ഗൈസ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. മദ്യപാനം ഞാൻ ഈ വീഡിയോക്ക് അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ ഈ വീഡിയോ എന്തായാലും കാണരുത്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഫുള്ള് പാലാണ്, അപ്പുറത്ത് മദ്യം. അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോക്കകത്തൊക്കെ മാത്രമേ കണ്ടുള്ളൂ. അതെന്താ സാധാരണക്കാർ തൊട്ട് ഈ ലോകത്തുള്ള എല്ലാവരുടെയും മെയിൻ ഒരു സാധനമാണ് റമ്മ്. റമ്മ ഇപ്പൊ നമ്മൾ ഈ ഏറ്റവും ലോക്കൽ സാധനം എന്ന് പറഞ്ഞാൽ ജവാൻ ട്രിപ്ലക്സ് ഹെർക്കുലീസ് തുടങ്ങി ഇത് നമ്മൾ ഓൾഡ് ലെജൻഡി വന്ന് നിൽക്കുന്ന റമ്മ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ. കഴിച്ച് എനിക്ക് തോന്നണാണെന്ന് എനിക്കറിയത്തില്ല. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് സംഭവം നൈസായിട്ടൊക്കെ ഇറങ്ങിപ്പോയി. പക്ഷെ എന്താണ് ഉണ്ടാക്കുന്നത്? ഞാൻ പോവാണ്, വൈകുന്നേരം വരത്തുള്ളൂ കേട്ടാ. ചോറ് കഴിക്കുന്നില്ലേ? ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ഇന്ന് പൊട്ടിക്കാൻ പോവാണ്. നടന്നോ കേട്ടാ. അത് ലാസ്റ്റ് ആണ്, ഇന്ന് ലാസ്റ്റ് ദിവസാ. എടാ നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വെളുത്തിരിക്കണത്? വെളുത്താ ഇത് നല്ല കളർ, ഇപ്പൊ നല്ല ഗ്ലോ മോത്ത്. ഗൈസ് എങ്ങനെയുണ്ട്? അത് ഞാൻ പുതിയൊരു സാധനം കഴിക്കുന്നുണ്ട്. അതാ ഇനി ആര്യ കാണാൻ ആര്യയുടെ ക്രീമൊക്കെ വല്ലതും എടുത്തിട്ടാ. അതൊക്കെ ഗേൾസിന്റെ സാധനം, അതൊന്നും എനിക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഗൈസ്. നമുക്ക് വേറെ ഐറ്റം ഉണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചത്. വെയിറ്റ്. അപ്പൊ ഗൈസ് നിങ്ങളോട് കൂടെ പറയാം, അമ്മയോട് പറയാം, ഇതാണ് എന്റെ ഫേസ് വാഷ്. ഇതെന്ന് പറഞ്ഞാൽ മുസ്റ്റാക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് അടിപൊളി. ഇത് എസ്പെഷ്യലി ആമ്പിളാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെമ്പിളാരുടെ ഫേസ് വാഷ് ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആമ്പിളാരുടെ ടഫ് സ്കിന്നിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മെന്തോളുണ്ട്. നമ്മൾ ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു തണുപ്പും റിഫ്രഷ്മെന്റും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇതെന്റെ ഫേവറേറ്റ് സാധനം. അമ്മ ഇത് ആമ്പിളാർ സാധനമാണമ്മ. പിന്നെ അമ്മ ഇതിനകത്ത് സാലിസിലിക് ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസും കാര്യങ്ങളും അല്ലോ അതൊക്കെ പൊക്കോളും. അതുപോലെ ഓയിലി സ്കിന്നിലുള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റ് ആണ്. എന്തായാലും നിന്റെ ഫേസ് കളിച്ചിട്ടുണ്ട് അമ്മ. ഇത് വേറെ ഒന്നല്ല, ലിക്വറൈസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇത് ബ്രൈറ്റ് ആക്കും. പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മെൻലിയാണ്. അതുപോലെ തന്നെ സീറോ ഹാർംഫുൾ കെമിക്കൽസ് ആണ്. പിന്നെ ഇത് എന്റെ മാത്രം ഫേവറേറ്റ് അല്ല കേട്ടോ. 3.5 lakh റിവ്യൂസ് ആണ് ഫ്ലിപ്കാർട്ടിൽ ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ 2 ബോട്ടിൽ വാങ്ങിയപ്പോൾ ഒരു ബോട്ടിൽ എനിക്ക് 150 രൂപക്കാണ് കിട്ടിയത്. ഭയങ്കര അടിപൊളി ഓഫർ അല്ല. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഓൾറെഡി ഞാനിപ്പോ തീർത്ത്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോയും ഫ്രഷ്നെസ്സും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷം നമുക്ക് അപ്പം തന്നെ നമുക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഫീൽ കിട്ടും. ബോയ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഒറ്റ ഫേസ് വാഷിനകത്തുണ്ട്. നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കാനേ ഞാൻ പറയത്തുള്ളൂ. 45 ദിവസമാണ് ഇത് ലാസ്റ്റ് ചെയ്യണത് ഒരു ബോട്ടിൽ. അപ്പൊ ഗൈസ് ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് സെക്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് എന്ന് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്യണം. അപ്പൊ സുഹൃത്തുക്കളെ, ടുഡേ ഈസ് ഡേ. നമ്മൾ മലേഷ്യയിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നായിരുന്നു. അതാണ് ഇത് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. മറ്റേ സാധനം കൊണ്ടുപോയേക്കോ കേട്ടാ. കോഫി എവിടെ കൊണ്ടു? ഞാനും അമ്മയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോലെ എങ്ങനെയുണ്ടത്. അത്രയാണോ? ഓ യേ ഗൈസ്, നമ്മൾ ഇവന്റെ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു വന്നപ്പോ തൊട്ട് കേട്ടോ. കൊറേ നാളായി. ഓർഡർ ഇടുന്നു. അച്ഛൻ കണ്ടോണ്ടാ? പാൽ ഒരു സൈഡിൽ പാലും ഒരു സൈഡിൽ മദ്യവും. ഇങ്ങനെ സാധനം വെച്ച് അടിച്ചോണ്ടാ? ഇല്ലല്ല, ഞാനും അടിച്ചിട്ടില്ല. അത് കണ്ടപ്പോ എനിക്കൊരു ക്യൂരിയോസിറ്റി, അതുകൊണ്ട് സംഭവം വാങ്ങിയതാ. എന്നോട് അച്ഛൻ ചോദിച്ചത് എന്തോ സാധനം. ഞാൻ കോഫി മേക്കർ. കോഫി മേക്കറാ? അല്ല, അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോ തോന്നി എന്തോ കോഫിയുടെ സാധനമാണിത്. കോഫിയാണ്. ആ കോഫിയും ആൽക്കഹോൾ വന്ന് 15% കാണിക്കുന്നുണ്ട്. ആൽക്കഹോൾ കുറച്ചല്ലാണ്. പിന്നെ അപ്പുറത്ത് മിൽക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ഇങ്ങനെ വീഴുമ്പോ ഒരുമിച്ചാ വീഴണം. താഴെ വീണ അപ്പൊ എങ്ങനെയാണോ അറിയത്തില്ല സംഭവം. 1 ലിറ്റർ പിരിഞ്ഞു പോകും താഴെ തൊടല്. Okay, all right. അപ്പൊ നമ്മുടെ കുപ്പിയുടെ പേരെന്ന് പറഞ്ഞാൽ ഷെറിഡൻസ് എന്നാണ് കേട്ടോ. ഞാൻ അടിച്ചിട്ടില്ല. എടാ നീ കഴിച്ചിട്ടുണ്ടോ ഈ സാധനം? ഇല്ല, ഇത് ഞാൻ അടിക്കാറില്ല. നീയാ? എടാ നീ ഇത് ചൂസ് ചെയ്യാൻ കാരണം എന്താന്ന് പറയട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഫുള്ള് പാലാണ്, അപ്പുറത്ത് മദ്യം. അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോക്കകത്തൊക്കെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളോടും കൂടെ കാണിച്ചു തരാൻ. എന്തായാലും ഗൈസ് ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കണം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവായിരുന്നു. എന്നിട്ട് പറഞ്ഞു തരാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ. അപ്പൊ ഇതിനകത്തൊരു കോഫി ലേഡ് ലിക്കർ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുകയാണ്. അത് 15.5% ആൽക്കഹോളാണ് ഉള്ളത്.
അടിച്ചാൽ ലേക്കൊന്നും എനിക്കറിയത്തില്ല. ഇത് കഴിയുമ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് അടി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളത്തേക്ക് പിന്നെ ഭയങ്കര ഒരു എന്താണ് ബ്രേക്ക് എടുക്കാൻ പോവാം. ഐശ്വര്യയുടെ ഗോകുൽ സാറാണ് ഇത് ബ്രേക്ക് ചെയ്യാൻ പോണത്. ബ്രേക്ക് ചെയ്യാനൊന്നും ഇല്ല, ഓൾറെഡി തുറന്നാൽ മതിയായിരുന്നു. ഇതോ പാലിന്റെ അംശമൊക്കെ ഉണ്ട്. ഒഴി സാധാ റമ്മിന്റെ മണം. ഓ ബ്ലെൻഡാണോ നോക്കി എന്തോരം ഒഴിക്കണം? കുറച്ച് മതി. നിൽക്കട്ടല്ലേ എന്താ സെറ്റപ്പ് ഒന്ന് നോക്കും. മിക്സി കലക്കി വാങ്ങിക്കും. കോഫി ആവുമെന്ന് പറയാം. അപ്പോൾ മിക്സ് ചെയ്യാൻ മിക്സി നോക്കാം. അപ്പൊ ഗൈസ് എന്താണ് ഞാൻ അടിച്ചു നോക്കാൻ പോണേ. ചിയേഴ്സ് ചിയേഴ്സ് ഗൈസ്. ചിയേഴ്സ്. നല്ല കോഫിയുടെ മണം ഉണ്ട് കേട്ടോ. എടാ ഇത് ഷേക്ക് കുടിക്കണമെങ്കിൽ സത്യം ഐസും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി. ഐസിടാൻ പറഞ്ഞു ഐസ് ഇടുക അടിപൊളി സാധനം കേട്ടോ. എടാ ഇത് കോൾഡ് കോഫി ഇല്ല, ഐസും കൂടി ഇടുക. കറക്റ്റ് കോൾഡ് കോഫിയോ മധുരം നല്ല മധുരം. അല്ലാണ്ട് നോർമൽ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വരത്തില്ല. ഇത് അങ്ങനെയൊന്നും തോന്നല്ല ഗൈസ്. ഞാനിത് മദ്യം പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ഈ പാലും ഇതും കൂടെ ഉള്ള ഒരു കോംബോ ഉണ്ടല്ലോ, അത് അടിപൊളിയാണെന്ന് തോന്നി ട്രൈ ചെയ്ത. പക്ഷെ സംഭവം നൈസ് ആട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കോപ്പിക്കോ ടേസ്റ്റ് കറക്റ്റ്. ആ മിഠായി നമ്മള് ലിക്വിഡായി കുടിച്ച് എങ്ങനെ ഇരിക്കും? നല്ല മധുരം ഉണ്ട്, കൊള്ളാം കേട്ടോ. അടിപൊളി സാധനം. മദ്യം എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനെ. അതന്നെ ഇതിന് മദ്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു ജ്യൂസ് അങ്ങനെ ആ ഒരു സെറ്റപ്പ്. ഒരു കോഫി മിൽക്ക് ഷേക്ക്. നിങ്ങളെ മദ്യപാനം ഞാൻ പ്രോത്സാഹിപ്പിക്കൊന്നുമല്ല. ഞാൻ മലേഷ്യ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ പാലും ലിക്കറും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഇത് എങ്ങനെ ഇരിക്കണം. ഈ ആൾക്കാർ പറഞ്ഞു മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പൊ ഞാനത് എന്തായാലും ഒന്ന് എന്തെങ്കിലുമൊക്കെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അങ്ങനെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്താണ്. അപ്പൊ പക്ഷെ കുടിച്ചപ്പോ ഇല്ലേ, സത്യം പറയാമല്ലോ, കോൾഡ് കോഫി കുടിക്കണ കണക്കിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു മദ്യം കുടിക്കണ ഒരു ഫീല് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങളത് കുടിച്ചു നോക്കിയാ. പക്ഷെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട്. കോൾഡ് കോഫി കുടിക്കണ കണക്കിരിക്കണം. അല്ലാണ്ട് മദ്യം കുടിക്കുന്ന രീതിക്ക് കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു ജ്യൂസൊക്കെ എങ്ങനെ കുടിക്കാൻ പറ്റുമോ അങ്ങനെ കുടിക്കാൻ പറ്റും. അത്രയുള്ള സംഭവം ഗൈസ്. ഈ ഞങ്ങളൊരു കറി വാങ്ങിയായിരുന്നു, അതിന്റെ പൊക്കത്ത് മൊത്തം എണ്ണ. അപ്പൊ എണ്ണ മാറ്റാനുള്ള സിമ്പിൾ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ചുമ്മാ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഈ ഐസ് ഉണ്ടല്ലോ, ഐസ് ഇങ്ങനെ എടുക്കണേ. ഐസ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് അതിനകത്തൊന്ന് മുക്കിയാൽ മതി. ഇതേ കണ്ട. അപ്പൊ നമുക്ക് ഇത് നമുക്ക് അടത്തി കളയാൻ പറ്റുന്ന രീതിക്ക് കിട്ടും. കണ്ട, ഇത് അടന്നുപോയി എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ്. കൊഴുപ്പ് അങ്ങനെ പോകും. എടാ അങ്ങനെ കുറച്ചുള്ളപ്പോ നമുക്ക് കളയാൻ പറ്റും. അതുപോലെ നിറയുള്ളപ്പോ അങ്ങനെ കളയാൻ ഇത്തിരി പാടാ, അല്ലെങ്കിൽ കുറവട്ടം ചെയ്യണം, അത്രയല്ലേ. കേട്ടാ നമുക്ക് ഇങ്ങനെ അടത്തി കളയാൻ പറ്റും. അങ്ങനെ കളഞ്ഞാൽ അതിനകത്ത് ഫുള്ളു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? പുതിയൊരു ഇൻഫർമേഷൻ അല്ലേ? ഇൻസ്റ്റാലിൻസിന്റെ അതിപ്രസരം ഡെയിലി ഇത് കാണുക, അങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വന്നേ. ഗൈസ് എനിക്ക് തോന്നലാണെന്ന് എനിക്കറിയത്തില്ല. ഇത് കുടിച്ച് കഴിഞ്ഞില്ലേ സംഭവം നൈസായിട്ടൊക്കെ ഇറങ്ങിപ്പോയി. പക്ഷെ വയറിൻ്റെ അകത്ത് എന്തോ പോലെ തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത, ചെറിയ സാധനം. ഇനി പാലൊക്കെ കത്തുപോയിരുന്ന് പിരിഞ്ഞാന്ന് എനിക്കറിയത്തില്ല എന്താന്ന്. എടാ നിനക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? എനിക്കൊരു വൈക്ലബ് മനസ്സിന്റെ ആണോന്ന് അറിയത്തില്ല. എടാ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല അന്ന് ഞങ്ങൾക്ക് തോന്നലായിരിക്കും ചിലപ്പോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ താര മദ്യപാനി എന്നൊക്കെ. അതെ എനിക്കറിയാന്നല്ലേ, ഞാൻ വല്ലപ്പോഴൊക്കെ അടിക്കുന്നു. ഗൈസ് ഞാൻ എന്തായാലും കുറെ നാളത്തേക്ക് ഇത് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങി എഴുന്നേക്കപ്പോ തൊട്ട് പുതിയ മനുഷ്യനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കാര്യം പറ, പുതിയ മനുഷ്യനാ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി കുറെ നാളത്തേക്ക് ബ്രേക്കാണ്. അടിവാലി ഒന്നുമില്ല. ഞാൻ ബോഡി ഒന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പോകും. കാരണം എന്റെ വയറിന്റെ അവസ്ഥ ഇപ്പൊ കണ്ട. അതേ കാണിച്ചു തരാം. കാര്യം പറ, കിട്ടില്ല വയർ കേസ് കണ്ട. ഇത്ര വയറുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് 75 എടുത്ത് കുറച്ച് കൊണ്ടുവന്നേ. വീണ്ടും ഡയറ്റ് എല്ലാം ബ്രേക്ക് ചെയ്ത് തോന്നണ പോലെ മധുരവും ഫുഡും ഒക്കെ ആയിട്ട് ഇത്ര ആക്കി. അപ്പൊ എനിക്ക് തന്നെ എന്റെ ബോഡി കണ്ടിട്ട് എനിക്ക് ഭയങ്കര പത്തച്ചിക്കായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് മാറ്റി ഇവന്മാരൊക്കെ ഞെട്ടിക്കാൻ പോവാ. അത്രേ ഉള്ളു. എന്തുവാ നിനക്ക് എനിക്ക് പറ്റുമോ? കഷ്ടപ്പെടണ്ട. തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ ഓടുന്നതായിരിക്കും. ഓടത്തൊന്നുമില്ല ഇനി. പക്ഷെ നോക്കിയോ നീയൊക്കെ എറണാകുളം ഓടിയിട്ട് ഡയലോഗ് എടുത്ത്
എന്തിനാ ഞങ്ങൾക്ക് വയറില്ലല്ലോ അവിടെ വയറില്ല സ്റ്റാമിന ഇല്ല നിനക്ക് ഓയില് നിനക്കൊന്നുമില്ല ഒന്നുമില്ല അങ്ങനൊന്നുമില്ല എന്താ കോവില് ഒന്നുമില്ല വില പറയണ്ട എനിക്കൊന്നും പറയാനില്ല ആഹാ. അതൊക്കെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ഗസ്റ്റ് ചെയ്ത് താഴെ കമന്റ് ചെയ്യും ഓരുണ്ട് അപ്പൊ ഗൈസ് എന്തായാലും ഞാൻ ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ പോകും കേട്ടോ നാളെ കഴിയുമ്പോൾ തുടങ്ങാൻ പോകും ട്രാൻസ്ഫോർമേഷൻ ഇനി അങ്ങോട്ട് എന്നെ പിടിച്ചാൽ കിടന്നില്ല എന്റെ മൈൻഡിൽ എനിക്ക് തന്നെ പിടിച്ചാൽ പറ്റത്തില്ലെന്നാ തോന്നണ കണ്ടു ഗൈസ് നിങ്ങൾ പറ എനിക്ക് എന്റെ ബോഡി ട്രാൻസ്ഫോം ചെയ്ത് പുതിയൊരു മികച്ചൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ കമന്റ് ബിലോ എടാ അന്ന് നടക്കും നോക്കിക്കോ നടക്കും എന്ന് പറഞ്ഞ ഗൈസ് നടന്നിരിക്കും അത്രേ ഉള്ളു റമ്മാണോ വിസ്കിയാണോ ബ്രാൻഡിയാണോ അല്ല ഒന്നും പറയാനില്ല റമ്മാണ് വിഷയം. അതെന്താ സാധാരണക്കാർ തൊട്ട് ഈ ലോകത്തുള്ള എല്ലാവരുടെയും മെയിൻ ഒരു സാധനമാണ് റമ്മ്. ആ. റമ്മ ഇപ്പൊ നമ്മൾ ഈ ഏറ്റവും ലോക്കൽ സാധനം എന്ന് പറഞ്ഞാൽ ജവാൻ ട്രിപ്ലക്സ് ഹെർക്കുലീസ് തുടങ്ങി ഇത് നമ്മൾ ഓൾഡ് ലെജൻഡി വന്ന് നിൽക്കുന്ന റമ്മ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഓ. It's പൊളി. ഓ രാവിലെ ഹാങ് ഓവർ ഇല്ലാതെ ഒന്നുമില്ല മനുഷ്യൻ രാവിലെ എണീക്കാം. നമ്മൾ ഫുൾ ഓൺ ഫുൾ പവർ നമ്മൾ എണീക്കും. അതന്നെ. അതാണ് റമ്മിന്റെ ഗുണം. സോ ഓൾവേസ് ഗൈസ് subscribe, click your bell button and go for old mom. സൈഡിൽ റിംഗ് ബട്ടൺ അടിച്ചു പൊട്ടിക്കും. റമ്മ ഒരുപാട് ഒരിക്കൽ മദ്യം വിഷമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ ഓർക്കണം. മദ്യം വിഷമാണ്. ഇതിനി പാലാരി കിടന്ന അമൃതായിക്കോട്ടെ, പക്ഷെ മദ്യം വിഷമാണ്. എൻജോയ് ടു ഹെൽത്ത്. അതെ ഡോണ്ട് ഡ്രിങ്ക് ഗൈസ് ഡോണ്ട് ഡ്രിങ്ക് അപ്പൊ ഗൈസ് ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് സെക്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് എന്ന് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്യണം.